നന്ദി ശ്രീജൻ. ആദരണീയനായ മന്ത്രി, ആദരണീയനായ MLA, പ്രിയങ്കരനായ ബെന്യാമിൻ, ഷിജു ഖാൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പത്താംകല്ലിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സായാഹ്നമാണ് ഇന്ന് നമുക്കിവിടെ. ഈ ഒരു ജ്വാല എന്നുള്ളത് ഇന്നിവിടെ കുറേ വർണ്ണ വിളക്കുകളുണ്ട്, കുറേ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ് കൊണ്ട് മാത്രമല്ല, മറിച്ച് പരസ്പരം നാം നൽകുന്ന അറിവിൻ്റെയും ഒപ്പം ആശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു തെളിച്ചമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആരംഭത്തിൽ തന്നെ പത്താംകല്ലിൻ്റെ അഭിമാനമായ ഫെസ്റ്റും ഒപ്പം അക്ഷരം ഗ്രന്ഥശാല മന്ദിരോദ്ഘാടനവും സാംസ്കാരികോത്സവവും ഇവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരംകാരിയായ എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം നൽകി എന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥയാണ്. ആദ്യം തന്നെ സംഘാടകരോട് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് നേരം ഞാൻ സംസാരിക്കാൻ ഒരുങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ബെന്യാമിനെ ആയിരുന്നു വിളിക്കേണ്ടിയിരുന്നത് സംസാരിക്കാനായിട്ട്. പക്ഷെ ബെന്യാമിൻ ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രസംഗം പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ടേൺ ആയിട്ട് ഞാനിപ്പോൾ പ്രവേശിച്ചത്. ഇവിടെ മുന്നിൽ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ സദസ്സിലിരിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നുള്ളതാണ്, അല്ലേ? പത്താംകല്ലിൻ്റെ ഒരു സവിശേഷതയാണ് അത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാ പൊതുവിഷയങ്ങളിലും ഇതുപോലെ തന്നെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമൂഹത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളത് തന്നെ നമ്മുടെ നാട് മുന്നേറുകയാണ് എന്നുള്ളതിന് വലിയൊരു തെളിവാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. കല്ല് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാവരും ചരിത്രത്തിൻ്റെ ഓരോ ചെറിയ ഏടുകളിലൂടെ കടന്നു പോയതുകൊണ്ടാവാം എനിക്കും പെട്ടെന്ന് ഓർമ്മ വന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ മാത്രമല്ല, സാംസ്കാരിക വകുപ്പിൻ്റെ കൂടെ ചുമതല എനിക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇക്കൊല്ലമോ അടുത്ത കൊല്ലമോ കല്ലുമാല സമരം അനുസ്മരിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു സ്മാരകം പണിയുകയാണ്. അപ്പോൾ കല്ലുമാല സമരത്തെക്കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ട് കല്ലുമാല സമരത്തെക്കുറിച്ച്. അപ്പോൾ കല്ല് എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കല്ലുമാല സമരമാണ്. കാരണം ഒരു പക്ഷേ ചരിത്രത്തിൽ ഒരിടത്തും നമുക്ക് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ ശക്തമായ എന്നാൽ വളരെ വിചിത്രമായ ഒരു സമരം കൂടിയായിരുന്നു അത്. കല്ലുമാല സമരത്തിന് ഒരു ഇപ്പോൾ ശതാബ്ദി കുറിക്കുകയാണ് നമ്മളല്ലേ. 1915 കല്ലുമാല സമരം. 1915 ഒക്ടോബറിലായിരുന്നു കല്ലുമാല സമരം. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അന്ന് കൊല്ലത്ത് നടന്ന ഒരു സമരമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ജാതീയമായും വർഗീയമായും ലിംഗഭേദവും ഒക്കെ തന്നെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ പാർശ്വവൽക്കരിച്ച് അവരെ ചൂഷണം ചെയ്ത് നാട്ടുനടപ്പ് അംഗീകൃതമായിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള കാലമാണ്. അപ്പം അന്ന് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലുണ്ടായിരുന്ന പലർക്കും സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിക്കുവാനോ ചെരുപ്പിടുവാനോ കുട ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലിൽ നിന്നും ഒരവധി എടുക്കുവാനോ ഒന്നും അനുമതിയില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ എവിടെയാണ് കല്ല് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? ഈ ജാതീയമായിട്ടുള്ള വിവേചനത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ കല്ല് എന്താണെന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പം ഈ കല്ല് എന്നുള്ളത് ഇവർ ഭാരമുള്ള കല്ലും കുപ്പിച്ചില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അന്ന് ആഭരണമായി കഴുത്തിൽ ധരിക്കാൻ നിർബന്ധിതരായിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ ഒരു ജാതീയമായിട്ടും വർഗീയമായിട്ടും ഒക്കെയുള്ള
ഒരു വിവേചനത്തിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അന്ന് കൊല്ലത്ത് ഒരു മൈതാനത്ത് അവർ ഒത്തുചേരുകയും അതിൻ്റെ ഒരു പ്രത്യേകത അന്ന് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥ തലവനായ ചീഫ് സെക്രട്ടറി വരെ ആ ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത്. അന്നവർ ആ ഒരു സമരത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ഈ കല്ലുമാലകളെല്ലാം ബഹിഷ്കരിക്കുകയാണ് എന്നുള്ള ഒരു വലിയ ആഹ്വാനം നടത്തിയത് നമ്മുടെ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീകളായിരുന്നു. അന്നവർ കല്ലുമാലകളെല്ലാം ഊരിയെറിഞ്ഞ് ആ സ്ഥലത്ത് ഒരു കല്ലുമാല കുന്ന് തന്നെ ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ രചിക്കപ്പെടുന്നത്. കാരണം അത്രയും കല്ലുകൾ അവർ ഊരിക്കളഞ്ഞ് തിരിച്ച് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് വീട്ടിലേക്ക് പോയത്. ഈ അടിച്ചമർത്തൽ ഇനി ഞങ്ങൾ ഏറ്റെടുക്കില്ല, അംഗീകരിക്കില്ല എന്ന് ലോകത്തിനോട് ആഹ്വാനം ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു സമരകഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ നമ്മളെ ഇതുപോലെ അടിച്ചമർത്തുന്ന ധാരാളം കല്ലുമാലകൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും ദിനചര്യയിലും ഒക്കെ ഇപ്പോഴും അണിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അത് പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് മുൻപുള്ളവർ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ തുടരുന്ന ചില ശീലങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ശീലം മാറ്റുവാനായി സാധിക്കുന്നില്ല എന്നുള്ള നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നും വരുന്ന ഒരു ശീലമുണ്ട്. ഇനി ഇതെല്ലാം പൊട്ടിച്ച് കളയണം, ഈ ഭാരമൊക്കെ ഇല്ലാതാക്കണം എന്ന് കരുതിയാൽ അത് ചെയ്യുവാനുള്ള ധൈര്യമില്ലാത്തതിൻ്റെ ചില ശീലങ്ങളുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ സ്ത്രീകൾ ഇന്നും അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇന്ന് അറിവിൻ്റെ ഉത്സവമായ ഈ ഒരു ഫെസ്റ്റിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ സദസ്സിൽ സ്ത്രീകളാണ് കൂടുതലുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. കാരണം ഈ പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഭാരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ നമ്മൾ കഴുത്തിൽ തൂക്കി നടക്കുമ്പോൾ അവയിൽ ഏതൊക്കെയാണ് നമുക്ക് പൊട്ടിച്ചെറിയുവാൻ സാധിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ധൈര്യപൂർവം അവയെ ബഹിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആദ്യം ആവശ്യം എന്താണ്? അറിവ്. അജ്ഞതയിൽ നിന്നുമുള്ള മോചനമാണ് ഓരോ ഭാരവും ബഹിഷ്കരിക്കുവാൻ നമുക്ക് ധൈര്യമേകുന്നത്. അത് വിദ്യാഭ്യാസം മൂലവും അക്ഷരങ്ങൾ മാർഗേനയും ഒപ്പം അനുഭവങ്ങൾ പങ്കിടുന്നതിലൂടെയുമാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത്, അല്ലേ? എല്ലാ അനുഭവങ്ങളും ജീവിതത്തിൽ ഒത്തൊരുമിച്ച് അനുഭവിച്ച് തീർക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് സുപ്രധാനമായ അറിവിൻ്റെ ഒരു നാൾവഴിയാണ്. ആ അനുഭവം പങ്കുവെക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ പുസ്തകങ്ങളിലൂടെ നടക്കുന്നത്, അല്ലേ? ഇപ്പോൾ ബെന്യാമിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ആടുജീവിതത്തെക്കുറിച്ച് ഷിജു ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ഇരിക്കുന്നവരിൽ എത്ര പേരാണ് ആടുജീവിതം വായിച്ചിട്ടുണ്ടാവുക എന്നാണ് ബെന്യാമിൻ കരുതുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോടൊന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്, സദസ്സിനോട് നേരിട്ട് ചോദിച്ചു നോക്കാനായിട്ട്. ബെന്യാമിൻ എന്നോടൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്നവരിൽ എത്ര പേരാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ വായിച്ചിട്ടുള്ളത്? എനിക്ക് വയ്യ. ഇപ്പൊ ബെന്യാമിൻ എന്നോട് പറഞ്ഞ സംഖ്യയെക്കാളും കൂടുതലാണ് കേട്ടോ കൈ ഉയർന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സന്തോഷം അതറിയാൻ സാധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ വസ്തുതയും ഞാൻ പറഞ്ഞ കാര്യവും വസ്തുതയാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. കാരണം അക്ഷര വെളിച്ചം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇപ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്രയും പേർ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഒരു രഹസ്യം കൂടി പറയാം. ഞാൻ ബെന്യാമിനെ ആദ്യം കാണുമ്പോൾ, അപ്പോഴേ പ്രശസ്തനായ നോവലിസ്റ്റാണ്, ആടുജീവിതം എഴുതിയിട്ടുണ്ട്. പക്ഷേ
അതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കളായി. ആദ്യം കണ്ട നാൾ മുതൽ സുഹൃത്തുക്കളായിരുന്നു. ഏകദേശം ഇപ്പോൾ 10 വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 5 വർഷം ഞാൻ ആടുജീവിതം വായിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്നെ കാണുമ്പോഴൊക്കെ എന്നോട് പറയുമായിരുന്നു, എൻ്റെ പുസ്തകം വായിക്കാത്ത ഒരേ ഒരാൾ ദിവ്യയാണ് എന്നുള്ളത്. അപ്പം അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു സിനിമയുടെ പ്രവർത്തനത്തിൽ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ശരിക്കും ആ പുസ്തകം വായിക്കുന്നത്. വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഇത്രയും അധികം ജനമനസ്സുകളിൽ ഒരു ഇടം പെട്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോൾ പറഞ്ഞ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പുസ്തകത്തിൻ്റെ കാതൽ എന്നുള്ളത്. ഒരു ജീവിതത്തിൻ്റെ അനുഭവം മൊത്തം അതിൻ്റെ തേങ്ങലുകളും അതിൻ്റെ തെളിച്ചവും എല്ലാം അതേപടി അതേ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് അതിൻ്റെ വിജയം എന്നുള്ളത് ഒരു ഗ്രന്ഥകർത്താവ് സ്വായത്തമാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഗ്രന്ഥകർത്താക്കളാവാൻ സാധിക്കണം എന്നില്ല, എല്ലാവർക്കും നോവൽ എഴുതാൻ സാധിക്കണം എന്നില്ല, എല്ലാവർക്കും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കണം എന്നില്ല. പക്ഷെ എല്ലാവർക്കും അതുപോലെ തന്നെ തന്മയത്വത്തോടു കൂടി സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും മറ്റുള്ളവരുമായിട്ടല്ലേ. അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സാമുദായിക ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും തിരക്കിൽപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ ഏറ്റവും നല്ല മുഖം മാത്രം ആളുകളുടെ മുന്നിൽ, അത് ഫേസ്ബുക്കിലൂടെ ആയാലും ഇൻസ്റ്റയിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും വാട്സാപ്പിലൂടെ ആയാലും ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മാത്രം ഒരു പക്ഷേ നമ്മൾ ഫിൽറ്റർ ഇട്ട് മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് യഥാർത്ഥമായ സത്യസന്ധമായിട്ടുള്ള അനുഭവം പങ്കുവെക്കലല്ല. സത്യസന്ധമായ മനസ്സ് തുറന്ന് നമുക്ക് പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ നെഞ്ചിൽ നിന്നും ഒരു ഭാരം ഇറക്കും എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതിനായിട്ട് ഇത്തരം കൂട്ടായ്മകളും ഇത്തരം വേദികളും ഇത്തരം സദസ്സുകളുമൊക്കെ ഉജ്ജ്വലമായ വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അക്കിത്തത്തിൻ്റെ ഒരു കവിതയുടെ അവസാനം ഒരു വരിയുണ്ട്. തമ്പുരാനെ വിണ്ണിലിരുന്നിടും തമ്പുരാനെ, പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനെ എന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു വരി. എന്താണ്? പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനെ എന്നാണ്. അറിവ് എന്നതിൻ്റെയും വിദ്യ എന്നുള്ളതിൻ്റെയും ഏറ്റവും ഉത്തമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക എന്നുള്ളതാണ്. കാണുന്നതും കേൾക്കുന്നതും നുകരുന്നതും രുചിക്കുന്നതും എല്ലാം പാവനമായി ഭവിക്കുവാൻ നമ്മൾ പരസ്പരം കൈത്താങ്ങായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബെന്യാമിനോട് പറഞ്ഞ സമയത്തിനേക്കാളും കൂടുതലെടുത്തു. അപ്പോൾ ഇനിയുള്ള സംസാരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഉത്സവത്തിലുള്ള നമ്മുടെ സാംസ്കാരിക ഉത്സവത്തിലുള്ള എല്ലാ സംഭാഷണങ്ങളും എല്ലാ അനുഭവം പങ്കുവെക്കലും നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം വീശുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.